വെൽക്കം ടു ലോർഡ് മൈ ഷെപ്പേർഡ്. ദൈവമേ, അങ്ങയുടെ പ്രവർത്തനങ്ങൾക്കുള്ള ഒരു ഉപകരണമായി എന്നെ മാറ്റണമേ. ഡിസിഷൻ മേക്കിംഗ് എന്നുള്ളത് കൺഫ്യൂഷൻ ഉള്ള ഒരു കാര്യമാണ് അല്ലെ. അതിപ്പോ നമ്മുടെ ഡെയിലി ലൈഫിലായാലും വർക്ക് പ്ലേസിലായാലും ഡിസിഷൻ മേക്കിംഗ് ഇസ് വൺ ഓഫ് ദ ഡിഫിക്കൽട്ട് ടാസ്ക്. നമുക്ക് ഈ ഡിസിഷൻ മേക്കിങ്ങിൽ നമുക്കൊരു ഫോർകാസ്റ്റ് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ, ലൈക്ക് ടൈം മെഷീൻ ഉണ്ടായിരുന്നു, നമുക്ക് മുന്നോട്ട് പോയിട്ട് കണ്ടിട്ട് തിരിച്ചു വന്ന് തീരുമാനം എടുക്കാൻ പറ്റിയെങ്കിൽ എളുപ്പമായിരുന്നു. അത് നടക്കില്ല. പക്ഷെ മുന്നോട്ട് പോയിട്ട് കാര്യങ്ങൾ നോക്കി തീരുമാനം എടുക്കാൻ പറ്റുന്ന ഒരാൾ നമ്മുടെ കൂടെ തന്നെയുണ്ട്. അത് നമ്മളൊന്ന് മറക്കാതിരുന്നാൽ മതി. ആ ആളോടൊന്ന് ചോദിച്ചിട്ടൊരു തീരുമാനം എടുത്താൽ നമ്മൾ വെറുതെ ആവശ്യമില്ലാതെ ലൈഫിൽ ടെൻഷൻ എടുക്കണ്ട, ആവശ്യമില്ലാതെ നമ്മൾ സമയം കളയണ്ട അല്ലെ. നമ്മൾ തെറ്റായ ഡിസിഷൻസ് എടുക്കുമ്പോൾ നമുക്ക് കുറെ നഷ്ടങ്ങൾ ഉണ്ടാകാം, സമയനഷ്ടം ഉണ്ടാകാം, ചിലപ്പോൾ കാര്യങ്ങൾ നടന്നു എന്ന് വരില്ല, അങ്ങനെയൊക്കെ ഉണ്ടാകാം. അപ്പൊ നമുക്ക് ആ ഒരു റിസ്ക്കും ഒന്നുമില്ല. ഏറ്റവും നമ്മുടെ ചോദിക്കുന്ന ആളോട് ചോദിച്ചിട്ട് കാര്യം നടത്തിയ സിമ്പിളാണ്, വളരെ ഒരു സിമ്പിൾ കാര്യമാണ്. പക്ഷെ നമ്മളത് പലപ്പോഴും മറന്നുപോകും. ഇപ്പൊ പണ്ടൊക്കെ നിങ്ങൾ വിചാരിക്കേണ്ട ഈ കൊച്ചിനെന്തീ പറയുന്നത്, എപ്പോഴും ഈശോട് ചോദിക്കുക പ്ലാൻ കൊടുത്താൽ ഇതൊക്കെ എളുപ്പമുള്ള കാര്യമാണ് അല്ലെ. അത് നിങ്ങളെ പോലെ തന്നെ ഞാനും വിചാരിച്ചിട്ടുള്ള കാര്യം. ആരോടും തെറ്റു പറയാൻ പറ്റില്ല. ഞാൻ മമ്മിയോട് ചോദിക്കും, എനിക്ക് ഇങ്ങനെ ഒരു കാര്യം ഉണ്ട്, അവർക്ക് ഒരു തീരുമാനം എടുക്കാൻ പറ്റില്ല, ഒന്ന് പ്രാർത്ഥിക്കുക എന്ന് ചെയ്യാൻ പറയും. മമ്മി എപ്പോഴും പറയും, നീ ഈശോട് പ്രാർത്ഥിക്കുക, ഈശോട് ചോദിക്കുക, അപ്പൊ ഈശോട് ചോദിക്കുക, അപ്പൊ ഈശോ നടത്തി തരുന്നു. ഈശോട് ചോദിച്ചിട്ട് എപ്പോ റിപ്ലൈ കിട്ടിയിട്ട് കാര്യം നടത്താനാ, ഇത് എങ്ങനെ റിപ്ലൈ കിട്ടണേ, ഇത് ഞാൻ ചോദിക്കാറുണ്ട്. അപ്പോ ഞാനിപ്പോ നിങ്ങളോട് പറയുന്നത്. അതുകൊണ്ട് ഡോണ്ട് വറി, എല്ലാവർക്കും ഇത് അപ്ലിക്കബിൾ ആണ്. ഓൺലി തിങ് നമ്മൾ ഒന്ന് ചോദിച്ചാൽ മതി. ആ ചോദിക്കുമ്പോൾ തന്നെ റിപ്ലൈ കിട്ടുന്നത് ഇപ്പൊ ഡയറക്റ്റ് ചാനലില് യെസ് ഇൻറ്റു ഇതാണ് എന്റെ ആൻസർ എന്ന് പറഞ്ഞിട്ടായിരിക്കില്ല. ചിലപ്പോ അത് പല രീതിയിൽ വരാം. അതായത് നമുക്കൊരു ഫീലിംഗ് വരാം, ഉള്ളിൽ നിന്നൊരു ഫീലിംഗ് വരാം, ഇന്നതാണ് ഇതിലേക്ക് പോകുന്നുള്ളത്. ചിലപ്പോ A B C D എന്നുള്ള ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ അതിൽ B ആണ് ഓപ്ഷൻ ഉണ്ടെങ്കിൽ Aയും Cയും D എല്ലാം തട്ടി മാറ്റിയിട്ട് അവസാനം Bയിലേക്ക് എത്തിപ്പെടും. അങ്ങനെയാകാം അതിന്റെ റിസൾട്ട് വരുന്നത്. ചിലപ്പോ ബൈബിളിലൂടെ തുറന്ന് ബൈബിൾ വായിക്കുമ്പോൾ ബൈബിൾ വ്യാഖ്യാനിക്കാൻ മീൻസ് ബൈബിളിലൂടെ മെസ്സേജ് കിട്ടാനുള്ള ബ്ലെസ്സിങ് ഉള്ളവർക്ക് എല്ലാവർക്കും ഉണ്ട്. പക്ഷെ അതൊരു വിശ്വാസമാണ് അല്ലെ. നമുക്ക് തുറന്നത് വായിച്ച് നമുക്ക് അത് മനസ്സിലാക്കി എടുക്കാൻ പറ്റും. എല്ലാവർക്കും ഉണ്ട്, ആർക്കും വേർതിരിവില്ല. നമ്മളത് പ്രാർത്ഥിച്ച് ബൈബിൾ എടുത്താൽ നമുക്കും മെസ്സേജ് കിട്ടും, ബൈബിളിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അത് ട്രൈ ചെയ്താൽ മതി. അതല്ലെങ്കിൽ നമ്മൾക്ക് ആരെങ്കിലും കൂടെ മെസ്സേജുകൾ വന്ന് ഫ്രണ്ട്സിലൂടെ ഇതായിരിക്കട്ടെ നല്ലത്, ഇതായിരിക്കും നല്ലത് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ എത്തിപ്പെടും നമ്മളിലേക്ക്, അതിലേക്ക് നല്ല ആൻസറിലേക്ക് നമ്മൾ എത്തിപ്പെടും. അതാണ് നമുക്ക് ആകെപ്പാടെ ചെയ്യാനുള്ള കാര്യം. നമുക്ക് എല്ലാവരുടെ ലൈഫിലും ഡിസിഷൻ മേക്കിംഗ് അത്രയും ബുദ്ധിമുട്ടാണെന്ന് എനിക്കറിയാം. ഞാനും എല്ലാവരും ഇതിലൂടെ തന്നെ പോകുന്നത്. ഡെയിലി നമ്മുടെ മരണം വരെ എന്ന് പറഞ്ഞ പോലെ ഇത് തന്നെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. അപ്പൊ നമ്മൾ എന്തിനാ ഇത്ര ടെൻഷൻ എടുക്കണം? നമ്മൾ സാധാരണ മനുഷ്യരല്ലേ. നമുക്ക് ദൈവികമായ ഒരാൾ നമ്മുടെ കൂടെ ഉള്ളപ്പോൾ ആളോട് ഏൽപ്പിച്ചാൽ മതിയില്ലേ, എന്തിനാ ഇത്ര ടെൻഷൻ എടുക്കുന്നത്? ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. നമുക്ക് നമ്മുടേതായ ടെൻഷൻസിനെയൊക്കെ നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഇങ്ങനെയുള്ള ഡിസിഷൻ മേക്കിംഗ് കാര്യങ്ങൾ വരുമ്പോ നമ്മുടെ ഈശോനെ ഏൽപ്പിച്ചാൽ മതി. ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് പറയും. അപ്പൊ നിങ്ങൾക്ക് ഇന്നത്തെ ഈ മെസ്സേജ് ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ ഒന്ന് കമന്റ് ചെയ്യും, ലൈക്ക് ചെയ്യും, ഷെയർ ചെയ്യുകയൊക്കെ ചെയ്തോളൂ. എങ്കിലാണ് ഇത് മറ്റുള്ളവരിലേക്ക് എത്തുകയുള്ളൂ. ദാവന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ബൈ.